ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തിയേറ്ററുകളിലെ രണ്ടാഴ്ച പിന്നിട്ട് ഇപ്പോഴത്തെ 15ാം ദിവസത്തിലേക്ക് തിരിക്കുകയാണല്ലോ ദിലീപിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ പവി കെയർ ടേക്കർ. 2024 രണ്ടാമത്തെ ദിലീപ് സിനിമയുടെ ഇന്നത്തെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നലെ സിനിമ കളക്ഷൻ വർധനയാണ് നേടിയെടുത്തതെങ്കിൽ ഇന്ന് സിനിമയ്ക്ക് കളക്ഷൻ ഇടിവാണ് കേരള ബോക്സ് ഓഫീസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ വ്യാഴാഴ്ച ഇതേ സമയം 10 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച 7 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ. ഇന്ന് 10 ലക്ഷത്തിൽ പരം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ എസ്റ്റിമേറ്റ് കണക്കുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ മാത്രം 7,70,00,000 മുകളിലെ ഗ്രോസ് കളക്ഷൻ നേരിട്ടുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം വേൾഡ് വൈഡ് കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. അവസാനം വന്ന റിപ്പോർട്ട് 11 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. ആവേശത്തിന് ശേഷം അടുത്ത കണ്ടന്റുകൾ വാരിക്കോരി തരാനായിട്ടിരിക്കുന്ന സിനിമ എന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയാണല്ലോ ടർബോ. മമ്മൂട്ടി ചിത്രം ടർബോയുടെ ട്രെയിലർ റിലീസ് ചെയ്യാനായിട്ട് ഇനി 2 ദിവസങ്ങൾ മാത്രം ബാക്കി. മെയ് 23 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ട്രെയിലർ ഈ വരുന്ന മെയ് 12 തീയതി ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9 മണിക്കായിരിക്കും പുറത്തു വരിക. ഇന്ന് ട്രെയിലറിന്റെ ഏറ്റവും പുതിയ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ്. സാമ്പിൾ ടർബോ പഞ്ച് ലോഡിംഗ് എന്നൊരു ടാഗ് ലൈനോട് കൂടി ഈ കാണുന്ന പോസ്റ്ററാണ് ഇന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. വൈശാഖ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ചെലവേറിയ സിനിമയാണ് നോക്കി നമുക്ക് അറിവുള്ള കാര്യമാണ്. സിനിമയുടെ യഥാർത്ഥ ബഡ്ജറ്റ് എത്ര എന്ന് ഒരുപാട് പ്രേക്ഷകർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവുമാണല്ലോ. കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് 70 കോടി ടർബോ എന്ന സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല മാധ്യമങ്ങളാണ് അക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. 100ലധികം ദിവസങ്ങൾ ചിത്രീകരിച്ച ഈ മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയിൽ ഒട്ടനേകം താരനിര തന്നെയുണ്ട്. അന്യ സംസ്ഥാനങ്ങളിലെ തമിഴ്നാട്ടിലടക്കം ചിത്രീകരിച്ച സിനിമയ്ക്ക് മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ കണ്ണൂർ സ്കോഡിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് ഉണ്ട് എന്ന് തുടക്കം മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ 70 കോടി സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്ന മുൻനിര മാധ്യമം കൂടിയായ ഏഷ്യാനെറ്റ് ന്യൂസ് കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. അത്ര തന്നെയാണോ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് സിനിമയുടെ റിലീസ് സമയത്ത് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടാൻ തരത്തിലുള്ള ഒരു കിടിലൻ ട്രെയിലറാണ് മറ്റന്നാൾ വരാനിരിക്കുന്നത് എന്നാണ് ഇൻസൈഡ് റിപ്പോർട്ട്. കാത്തിരിക്കൂ ടർബോ എന്ന മമ്മൂട്ടി സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.